സാധാരണ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താ പഠിപ്പിക്കാമെന്നറിയോ? ഇതിലൊക്കെ നിങ്ങൾ അധികം ആളുകളും ഒരുപാട് ക്ലാസ്സുകളൊക്കെ പോയവരായിരിക്കും. ഭൂരിപക്ഷം ക്ലാസ്സുകളും ഇംഗ്ലീഷ് ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് അവിടെ വെച്ചിട്ടായിരിക്കും. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എന്താണ് നൗൺ, എന്താണ് വേർബ്, എന്താണ് ആഡ്വേർബ്, എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് പ്രപ്പോസിഷൻ, എന്താണ് കൺജങ്ഷൻ, ഇങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ച് ആദ്യം പഠിപ്പിക്കും. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നമ്മളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കും. നമ്മളത് കാണാതെ പഠിക്കും. നിങ്ങൾക്കൊരു ആപ്പിൾ മുറിക്കാൻ വേണ്ടി ഒരു കത്തി വേണം. നിങ്ങൾ ഈ കത്തിയുടെ ഡെഫിനിഷൻ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആപ്പിൾ മുറിക്കാൻ കഴിയുമോ? ഇതേ ഒരു ഫൂളിഷ്നെസ്സാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ മുറിച്ച് പഠിക്കണം. വണ്ടിയുടെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നോ, യു കാൺട്ട്. പക്ഷെ നമ്മളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പഠന സിസ്റ്റത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു റോങ് സ്ട്രാറ്റജിയാണ്. എന്നാൽ സ്പീക്ക് ഈസിയുടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ അധികം ആളുകളുടെ മനസ്സിലേക്കും പല പല ഇമേജുകൾ, പല പല ചിത്രങ്ങളൊക്കെ കടന്നു വരും, അല്ലേ? എന്നാൽ ഇന്ന് മുതൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ തോട്ട് അബൌട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പം ഇതാ ഈ ഒരു പൂച്ചക്കുട്ടിയുടെ ചിത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ പൂച്ചക്കുട്ടിയുടെ ചിത്രം എല്ലാവരും നല്ലൊരു പൂച്ചക്കുട്ടിയാണെന്ന് മനസ്സിൽ കാണി. നമ്മൾ ക്ലാസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ദിസ് ഇമേജ്. ഈ പൂച്ചക്കുട്ടിക്ക് നമ്മൾ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ കൊടുക്കുകയാണ്. ഒന്ന്, ഇതിന് ഹെഡ് ഉണ്ട്, 2 ഇതിന് ബോഡി ഉണ്ട്, then the third one is tail, wallet. ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയും. ഇംഗ്ലീഷിനൊരു ഹെഡ് ഉണ്ടായിരിക്കും, ബോഡി ഉണ്ടായിരിക്കും, ടെയിൽ ഉണ്ടായിരിക്കും. ഐഡിയ കിട്ടിയോ? പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാണ്, ഹേമന്ത് ate ബിരിയാണി. ഹേമന്ത് ബിരിയാണി തിന്നു. ഈ സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ ഹേമന്ത് എന്നുള്ളത് ഈ സെൻറ്റൻസിന് എന്താ അറിയോ? ഹെഡാണ്. ate എന്ന് പറയുന്നതാ. ഞാൻ സെൻറ്റൻസ് ഇവിടെ എഴുതാം. ഹേമന്ത് ate ബിരിയാണി. ഇതിൽ ഹേമന്ത് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ ഹെഡാണ്, ate എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയാണ്, ബിരിയാണി എന്ന് പറയുന്നതിൻ്റെ ടെയിലാണ്. നമ്മളെ സാധാരണ ഗ്രാമർ മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും SVO, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. കേട്ടണോ? എന്നാൽ തൽക്കാലം നമുക്കവിടെ മാറ്റി വെക്കാം. നമ്മൾ ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് സെറ്റാക്കി വെക്കണം. ഏറ്റവും ബേസ് ആൻഡ് ബേസ് ഇവിടെ നിന്നാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ഒരു പൂച്ചക്കുട്ടിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആൻഡ് ദിസ് കിറ്റൻ ഹാസ് 3 പാർട്സ്. ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. ഇത് ക്ലിയർ ആണോ? എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ഹെഡ് കാണാം, ബോഡി കാണാം, ടൈലും കുറേ സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. ടൈലില്ലെങ്കിലും സെൻറ്റൻസിന് കുഴപ്പമൊന്നുമില്ല. ടൈല് വേണം നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് വേണം നമ്മളെ ബേസ് ബിൽഡപ്പ് ചെയ്യാൻ. പല ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? യൂട്യൂബിൽ നിന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വീഡിയോസ് കാണും, കഷ്ടപ്പെട്ട് കുറേ അതൊക്കെ ചെയ്യും, പക്ഷെ ബേസ് ഉണ്ടാവില്ല. എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം? കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല. നെവർ. കാരണം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഏറ്റവും അത്യാവശ്യമുള്ളൊന്നും നമുക്ക് പഠിച്ചിട്ടുണ്ടാവില്ല നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇതിൻ്റെ ബേസാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്, ഫൗണ്ടേഷൻ.
ഇംഗ്ലീഷിന് 3 പാർട്ടുകളുണ്ട്: ഹെഡ്, ബോഡി, ടെയിൽ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷിൻ്റെ തലയാണ്, ഹെഡാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 8 തലകളുണ്ട്, 8 ഹെഡ്സ്. മനസ്സിലായോ? 8 ഹെഡ്സ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 20 ബോഡീസ് ഉണ്ട്, 20 ബോഡീസ്. ഏറ്റവും പ്രധാനപ്പെട്ട 20 ബോഡീസ്. പിന്നെ കുറച്ച് വാലുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു ലേൺ 8 ഹെഡ്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് 20 ബോഡീസ്. ഇവിടെയാണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത്, മർമ്മം കിടക്കുന്നത് ഇവിടെയാണ്. 20 ബോഡീസ്. സ്പീക്കേഴ്സിൻ്റെ പരസ്യത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, 20 ടെക്നിക്കുകൾ, 20 കോഡുകൾ. ദാറ്റ് ഈസ് ദിസ്. ഈ 20 ബോഡീസാണ് നിങ്ങളുടെ ഫ്ലുവൻസി നിർണ്ണയിക്കുന്നത്. നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ടോ കുറേ പദങ്ങൾ നമ്മളെ കയ്യിലുള്ളത് കൊണ്ടോ നമ്മളെ സംസാരിക്കാൻ പോകുന്നില്ല. ഇത് വേണം, 20 ബോഡീസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൻ്റെ 8 തല പഠിക്കാം, 20 ബോഡീസ് നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ 8 തല പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വളരെ ഫണ്ണായിട്ടാണ് നമ്മളത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇതിൻ്റെ കൂടെ ഉറക്കെ പറയൂ, അയ്യോ. ഉറക്കെ പറ, അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. അടി കിട്ടിയോ? ഒന്നുകൂടി പറയാം. അയ്യോ, ദേവി. നമ്മൾ ദേവിനെ വിളിക്കാൻ കേട്ടോ. അയ്യോ, ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. അടി കിട്ടിയോ? ഓക്കെ, ഞാൻ അവിടെ എഴുതി തരാം. യെസ്, ഇതാണ് ഇംഗ്ലീഷിൻ്റെ 8 തലകൾ. ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്, മാക്സ്. അടി കിട്ടിയോ? ഇംഗ്ലീഷിൻ്റെ 8 തലകൾ, 8 ഹെഡ്സ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ ഇംഗ്ലീഷ് ഗ്രാമർ മെത്തേഡിലൂടെ പഠിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രോനൗൺസ് എന്ന് പറയും. പ്രോനൗൺസ് എന്താ? സർവനാമങ്ങൾ, നാമങ്ങൾക്ക് പകരം നിൽക്കുന്നത്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാം ആ പേരുകളൊക്കെയാണ് പലപ്പോഴും നമ്മളെ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇത്തരത്തിലുള്ള പല ടെക്നിക്കൽ ടേംസാണ്. സംഭവം വളരെ ഈസി ആയിരിക്കും, പക്ഷെ പേരിട്ട് നമ്മളങ്ങോട്ട് പേടിപ്പിക്കും. നമുക്കത് മാറ്റിവെക്കാം. സോ നൗ യു ആർ ലേണിംഗ് ദ 8 ഹെഡ്സ് ഓഫ് ഇംഗ്ലീഷ്. മനസ്സിലായോ? ഇംഗ്ലീഷിൻ്റെ 8 തലകൾ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ഇത് യു എന്നാണ് വായിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ റിതം കറക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് യോ എന്നൊക്കെ ആക്കിയത് കേട്ടോ. നിങ്ങൾ യു എന്ന് വായിച്ചാൽ മതി. യു എന്ന് പറഞ്ഞാൽ നീ, ദേ അവർ, വി നമ്മൾ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് ഇത്, മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഒരു പേര്. ആ പേരിന് പകരം നമുക്ക് എന്താക്കാം? ഹേമന്ത് എന്നാക്കാം, അനുരാഗ് എന്നാക്കാം, റഷീദ എന്നാക്കാം, എന്ത് പേരും കൊടുക്കാം. ജസ്റ്റ് ഒരു പേര്, മാക്സ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഹെഡ് ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്, മാക്സ്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊരു മ്യൂസിക്കൽ അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് കാര്യം പഠിക്കാനുണ്ട്. അതായത് ഇംഗ്ലീഷിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. സാധാരണ ട്രഡീഷണൽ സിസ്റ്റത്തിലും ഗ്രാമർ മെത്തേഡിലൊക്കെ സാധാരണഗതിയിൽ പഠിപ്പിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ഏരിയകൾ സ്പീക്ക് ഈസിയുടെ നെക്സ്റ്റ് ലെവലിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലുള്ള കുറേ മ്യൂസിക്കൽ അക്വിസിഷൻസ് കാണാൻ പറ്റും. മ്യൂസിക്കിലൂടെയാണ് നമ്മൾ പലതും പഠിക്കുക, പാട്ടിലൂടെയാണ് പഠിക്കുക. അവിടെയൊക്കെ നമുക്കിത് ആവശ്യമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അയ്യോ, ദേവി, ഹി, ഷി, ടു, മാക്സ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയാണ്. ഇതിന് 3 പാർട്ടുകൾ നമ്മൾ കൊടുത്തു. ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൻ്റെ തലകൾ പഠിച്ചു. ഇംഗ്ലീഷിന് 8 ഹെഡ്സ് ആണുള്ളത്. അപ്പോൾ തലകൾ ഏതാണ്? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ദേവിനെ വിളിക്കുകയാണ്. അയ്യോ ദേവി. നിങ്ങൾ യോ എന്ന് പറയരുത് കേട്ടോ, പോയിട്ട് ഇതൊരു റിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയ്യോ ദേവി, ഹി, ഷി, ഇറ്റ്, മാക്സ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതാണ്.
20 ബോഡീസ് അല്ലെങ്കിൽ 20 സീക്രട്സ്, 20 ടെക്നിക്കുകൾ എന്നൊക്കെ പറയും. ഈ 20 സീക്രട്ടുകൾ, 20 ടെക്നിക്കുകൾ, കോഡുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ഇതിന് എന്താ പറയാന്ന് അറിയോ? സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ്. എന്താണ് അർത്ഥം? സ്പീച്ച് ഇനീഷ്യേറ്റർ, സംസാരം തുടങ്ങുന്നവൻ, അല്ലേ? പീസ് 20 ടെക്നിക്കുകൾ, 20 സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 20 സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് നിങ്ങളെ കയ്യിൽ സ്റ്റോക്ക് ആയിരിക്കണം. ഏത് സമയത്തും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഹേമന്തിനോട് ചോദിക്കാം, ഹേമന്ത് ഞാൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കണോ? അപ്പോൾ വിളിക്കാന്ന് തന്നെ ഇംഗ്ലീഷ് നമുക്കറിയാം, കോൾ എന്നാണെന്നറിയാം. വിളിക്കണമെന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ എന്തൊരു സാധനം ആഡ് ചെയ്യണം? നമ്മൾ ഒരു സ്പീച്ച് ഇനീഷ്യേറ്റർ ആഡ് ചെയ്യണം. അത് നമുക്ക് കിട്ടിയാൽ പോരാ. ചിലപ്പോൾ ആളുകൾക്ക് കിട്ടും, ആലോചിച്ചാൽ കിട്ടും. പക്ഷെ ഫ്ലുവൻസി വേണമെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടണം. അതിലാണ് കാര്യം. സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ്. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടോ നിങ്ങൾക്ക് എത്ര വിവരം ഉള്ളത് കൊണ്ടോ ഒരു കാര്യമില്ല, വേസ്റ്റ്. നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അതിനെന്ത് വേണം? ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. ഈ വിവരമുള്ള ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. ദേ ഹാവ് ഐഡിയാസ് ഇൻ ദെയർ മൈൻഡ്സ്, ബട്ട് വെൻ ദേ ആർ ഇൻവൈറ്റഡ് ടു സ്പീക്ക് ഓർ പ്രസന്റ് സംതിങ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ്. ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം, നല്ല അടിപൊളി സ്റ്റൈലിഷ് ഇംഗ്ലീഷൊക്കെ അവർ എഴുതും. ഈ സമയം കിട്ടി അവർ പറയും. സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ഫ്ലുവൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് പഠിക്കുക, നന്നായിട്ട് മൗത്ത് ജിം ചെയ്യണം. അപ്പം ഈ ടെക്നിക്കിലാണ്, ഇതിലാണ് കാര്യം. അല്ലാതെ കുറേ നമ്മൾ വീഡിയോസ് കണ്ട് കുറേ വൊക്കാബുലറി പഠിച്ചത് കൊണ്ട് മാത്രം യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് യു ക്യാൻ ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ